പി എൻ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ DC എഴുതിയ ഒരു വാചകമുണ്ട്. DC പറയുന്നത് ഇങ്ങനെയാണ് പി എൻ പണിക്കരെ കുറിച്ച്: കേരളത്തിൽ കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ തലങ്ങും കുറുങ്ങനെയും നടന്ന് 5000-ഓളം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെയൊരു മനുഷ്യനുണ്ടാവില്ല എന്നാണ്. ഒരർത്ഥത്തിൽ ശരിയുമാണ്. ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകനായ പി എൻ പണിക്കർക്ക് എന്തായിരുന്നു സ്വപ്നമെന്നറിയൂ? കേരളത്തിൽ ഒരു ഗ്രാമത്തിലും വായനശാല ഇല്ലാതിരിക്കരുത്. എല്ലാ ഗ്രാമങ്ങളിലും വായനശാലകൾ വേണം. പി എൻ പണിക്കർ നമ്മളെ വിട്ടുപിരിയുന്നത് 1995-ലാണ്. തൊട്ടടുത്ത വർഷം 96 മുതൽ ജൂൺ മാസം 19-ാം തീയതി വായനാ ദിനമായി ആചരിക്കുകയാണ്. കൗതുകകരമായ ഒരു കാര്യം, പി എൻ പണിക്കർ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പി എൻ പണിക്കർക്ക് മുന്നിൽ രാഷ്ട്രീയ നേതാക്കൾ ഒരു കണ്ടീഷനും വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പി എൻ പണിക്കർ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പണിക്കർ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ, ഇപ്പോൾ ലൈബ്രറി ആക്റ്റുകൾ അടക്കം നടത്തിക്കൊടുക്കുന്നതിൽ എല്ലാ മുന്നണിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റ ശബ്ദമായിരുന്നു.